ഇന്ന് ഞങ്ങൾ ഈ മീനും കൊണ്ട് നല്ല അടിപൊളി മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കട്ട്ല ഫിഷാണ്. കട്ട്ല ഒരു 2 കിലോ 2.5 കിലോ എടുത്ത് ഭാരമുള്ളതാണ്. അതിന് നമ്മൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. അതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, സവോള, വെളിച്ചെണ്ണ, കറിവേപ്പില, 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, ഉലുവ ഇവയെല്ലാം ചേർത്ത് റെഡിയാക്കി വയ്ക്കുക. അടുത്തതായി നമ്മളൊരു ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഏകദേശം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ഏകദേശം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളക് നമ്മളിവിടെ ഒരു 6 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുള്ളിയും സവോളയും രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞതായിരിക്കണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചെറുള്ളി സവോളയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് കറിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായി വഴറ്റിയെടുക്കുക. സവോള ഒന്ന് വെള്ളം വറ്റി ഒന്ന് നന്നായി വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം വഴറ്റിയെടുക്കുക. ഇതേ സമയം നമുക്ക് മല്ലിപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടി എന്ന് പറയുന്നത് 4 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ. അത് നന്നായി ആദ്യമേ ഒന്ന് കുഴച്ച് വയ്ക്കുക. നന്നായി ഒരു ബൗളിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ഒരു ക്രീമി പരുവം, ഓവർ വെള്ളം ഒഴിക്കരുത്, ഈ ഒരു പരുവത്തിന് ഒന്ന് മിക്സാക്കി വയ്ക്കുക. ഇനി അത് നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ മിശ്രിതത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. വെള്ളം വേറെ ചേർക്കരുത്. ഇത് സവോള ഇതും എല്ലാം കൂടെ നന്നായി മിക്സ് ആയതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ, നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ തെളിഞ്ഞ് വരാൻ പാകത്തിന് നന്നായി വഴണ്ട് വരണം. ഇത് ഇപ്പോൾ ഏകദേശം വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. നിർത്തരുത്. നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ പച്ചപ്പ് പോകുന്ന വരെയാണ് നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി എടുക്കുക. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഒരു തക്കാളി നമ്മൾ അരിയാതെയും വെച്ചിട്ടുണ്ട്. അത് അവസാനം ഇടാൻ വേണ്ടിയാണ്. ആദ്യമേ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇതേ സമയം നമ്മൾ അവിടെ കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടംപുളി ആണ് ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുടംപുള്ളി ഒരു ബൗള്, ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 6 കഷ്ണങ്ങൾ കുടംപുള്ളി എടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതിയാവും. അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അതൊന്ന് തിളച്ച് വരുന്നത് വരെ. ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഇറക്കി വയ്ക്കും. കറി ചാറിൽ മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം. കാരണം അതിൻ്റെ ഉപ്പും എല്ലാം മീൻ കഷ്ണത്തിലേക്ക് പിടിക്കണമെങ്കിൽ അത് നന്നായി ഒന്ന് മുക്കി വെക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി തിളച്ച് വരുന്നൊരു മീനൊന്ന് വേകുന്ന വരെ മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് റെഡിയായി വന്നിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ആദ്യമേ നമ്മൾ ഈ തിളച്ച് വന്നതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്നൊരു തക്കാളി ചെറുതായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ ഇട്ടാൽ മതിയാവും, ഈ കാണുന്ന പോലെ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
അതിനുശേഷം നമുക്കൊരു ചെറിയ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാനാണ്. എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് കടുക്, അതിന് മുമ്പേ 2 മുളക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിനകത്ത്. അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് ഇടുമ്പോഴത്തേനും ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് നമ്മളെടുത്ത് മാറ്റുകയാണ്. അതിന് ശേഷം ഇത് അവസാനം ചേർത്ത് കൊടുക്കുന്നതുമായിരിക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അടുത്തതായി നമുക്കിതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ കുറച്ച് ചെറുള്ളി മാറ്റി വെച്ചിരുന്നതാണ്, അതൊന്ന് താളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ചെറുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഒന്ന് ഏകദേശം നന്നായി ഒന്ന് ഡ്രൈ ആയി ഒന്ന് വഴഞ്ഞ് വന്നപ്പോൾ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മുളക് പൊടി. അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. കറിവേപ്പിലയും ചേർക്കാനുണ്ട്. കറിവേപ്പിലയും ഇട്ടു. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കറിവേപ്പില ഒരു മേമ്പൊടിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളകും ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. മുളക് പൊടി ഇട്ടു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പിൽ നിന്ന് മാറ്റുക. ഉടനെ തന്നെ നമുക്കത് മീൻ കറിയിലേക്ക് നേരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി വളരെ നല്ല ഒരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഓൾറെഡി ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അടുത്ത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പയും മീൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.